ഇപ്പം വീട്ടിൽ പ്രത്യേകിച്ച് ചേട്ടന് മാത്രം ഒരു വരുമാനമുള്ള സാഹചര്യത്തിൽ ഡിഗ്രി കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് പൊക്കൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൂടെ, ഒരു തുണിക്കടയിൽ കയറി നിന്നാലും നിനക്ക് 10,000 രൂപ കിട്ടുമല്ലോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുണ്ട്, എന്തെങ്കിലും ജോലി ആയിക്കൂടെ. അപ്പം ഞാൻ DLED പോയപ്പം വീണ്ടും പഠിക്കാൻ പോവാണോ, ഡിഗ്രി എടുത്തിട്ട് DLED പോകണോ, അതൊക്കെ കൊണ്ട് വല്ലതും ആവുമോ, അല്ലെങ്കിൽ ആ ലിസ്റ്റിലുള്ളവർക്കൊക്കെ ജോലി കിട്ടുമോ, അങ്ങനെ ചോദിച്ചു പുച്ഛിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ചോദിച്ച് എന്നെ വിഷമിപ്പിച്ച കുറേ ആൾക്കാരുണ്ട്. നമസ്കാരം, എൻ്റെ പേര് വീണ. പത്തനംതിട്ട ജില്ലയിലെ ഏനാത്താണ് എൻ്റെ സ്വദേശം. ഈ കഴിഞ്ഞ LP പരീക്ഷയിൽ പത്തനംതിട്ട ജില്ലയിലെ 15ാം റാങ്ക് ലഭിച്ചത് എനിക്കാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലെൻ്റെ കൂടെ നിന്ന് സഹായിച്ചത് എൻട്രിയാണ്. എൻട്രിയോടുള്ള നന്ദി ആദ്യമേ അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ച് ചെറുതിലേ തൊട്ടേ സ്കൂളിൽ ആരാവണം എന്നുള്ളൊരു ചോദ്യത്തിന് ഓരോ വർഷം ഓരോ ഉത്തരമുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്കങ്ങനെ വ്യക്തമായൊരു പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു. +2 എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയത്. അപ്പോൾ അതിനുശേഷം എല്ലാവരെയും പോലെ ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു പോക്കറ്റ് മണി എന്നുള്ളൊരു കാര്യം, പോക്കറ്റ് മണി കിട്ടുക എന്നുള്ളൊരു ഇതിലുകൊണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പേര് അവരുടെ മക്കളെ എൻ്റെ അടുത്ത് ട്യൂഷന് വിട്ടു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ അധ്യാപനം അല്ലെങ്കിൽ ആ ഒരു മേഖല എനിക്ക് പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ ഡിഗ്രി തുടർന്ന് പഠിച്ചു, കൂടെ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അധ്യാപനം എന്നുള്ളത് ജോലിയായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ DLED എടുത്തു. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കും എൻ്റെ ചേട്ടനുമൊക്കെ ഒരു സ്ഥിരമായിട്ടുള്ള ജോലി. അമ്മ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി മെച്ചപ്പെട്ടൊരു ജീവിതം നയിക്കാൻ നല്ലൊരു ജോലി ഞങ്ങൾക്ക് വേണം എന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചൊരു പ്രൈവറ്റ് സെക്ടറിലെ ജോലി എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു പരീക്ഷ LGS ആയിരുന്നു, ലാസ്റ്റ് ഗ്രേഡ്. അന്ന് ഞാൻ എൻട്രിയുടെ പെയ്ഡ് മെമ്പറൊന്നും അല്ല, ജസ്റ്റ് ഗോൾഡൻ ബാച്ചിലുള്ള അംഗമൊന്നും അല്ലായിരുന്നു. ജസ്റ്റ് എൻട്രിയുടെ റെക്കോർഡ് ക്ലാസ് മാത്രം കണ്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. അത്ര കാര്യമായിട്ടൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുമില്ല. പിന്നീടാണ് ഈ അധ്യാപന മേഖലയോടുള്ള ഇഷ്ടം കാരണം ഞാൻ DLED എടുക്കുകയും DLED എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻട്രിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ആദ്യം ഞാനാണെങ്കിൽ DLED ഒക്കെ കഴിഞ്ഞ ഒരു ക്ഷീണത്തിൽ 2 മാസം ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നീടാണ് ഞാൻ ഒരു കോച്ചിങ് സെൻറ്ററിൽ ഞാൻ പോയി പഠിച്ചു. 2 മാസം അവിടെ ചെന്നപ്പം എൻ്റെ കുഴപ്പം കൊണ്ടാവും എനിക്ക് അവർ പറയുന്ന ഒരു സിസ്റ്റത്തിൽ ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവർ പഠിപ്പിച്ച് തരുന്നത് കഴിയുമ്പം അവിടുത്തെ ഒരു കണ്ടന്റ് എനിക്ക് പഠിച്ചു കഴിയുമ്പം പിന്നെ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്, പിന്നെ എൻട്രിയിലെ ആ വീഡിയോസും കൂടെ കവർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ ഞാൻ പോയി പഠിക്കുന്ന ഇതങ്ങ് നിർത്തി. അപ്പോഴേക്ക് എൻട്രിയിൽ കുറേ ദിവസത്തെ ക്ലാസ്സുകൾ എനിക്ക് പെൻഡിങ് ആയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആ ഒരു റിവിഷൻ സമയത്താണ്. ഞാൻ റിവിഷൻ സമയത്ത് പ്രധാനമായിട്ടും പഠിച്ചതെന്ന് വെച്ചാൽ അധ്യാപകരുടെ വീഡിയോസ്. എൻ്റെ മെൻറ്റർ ഹരിത ടീച്ചറായിരുന്നു. ഹരിത ടീച്ചർ ഓരോ സെക്ഷൻസ് ആക്കി, ഓരോ ക്ലാസ് ഹിസ്റ്ററിയുടെ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന ഒരു ക്ലാസ് അങ്ങനെ ആക്കി തന്നപ്പം ഞാൻ PSC ബുള്ളറ്റിനും SCRTയുടെ ടെക്സ്റ്റ് ബുക്കും കൂടെ എടുത്ത് വെച്ചിട്ട് ആ വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടിട്ട് അധ്യാപകർ പറയുന്ന അധിക പോയിന്റ്, PSC ബുള്ളറ്റിലും SCRTയേക്കാൾ അധികം പോയിന്റ് എൻട്രിയിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അധിക പോയിന്റ് ഞാൻ ആ നോട്ട്സിൻ്റെ സൈഡിലോട്ട് എഴുതി വെച്ചു, അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട് വഴി ഞാൻ ഭിത്തിയിലൊക്കെ എഴുതി വെച്ചു. അങ്ങനെ വീഡിയോ കണ്ടു. ഞാൻ ഈ നോട്ട്സ് എഴുതുന്ന പരിപാടി നിർത്തിയിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ സമയം കിട്ടി. ഒരു ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ ഒരു ചെറിയ സമയം കൊണ്ട്, എന്നെ സംബന്ധിച്ച് ഞാൻ കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. ഞാൻ കിട്ടിയ സമയം ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഞാൻ രാപ്പകലില്ലാതെ പഠിക്കുന്ന ഒരാളാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആ ഉള്ള സമയം, ഞാൻ ഒരു 2 മണിക്കൂറാണ് രാവിലെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 2 മണിക്കൂർ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റി. അതിനെന്നെ എൻ്റെ മെൻറ്റർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ എൻട്രിയിലെ ഗോൾഡ് ബാച്ച്, പ്രദീപ് സാറിൻ്റെ ബാച്ചിലായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്. ഹരിത മാഡം ആയിരുന്നു എൻ്റെ മെൻറ്റർ. പ്രദീപ് സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് എല്ലാവരും പറയുന്ന പോലെ നമുക്കൊരു സ്വപ്നം കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സാറ്. സാറിനെ നേരിട്ട് കാണണം എന്നൊക്കെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ അധികം ക്ലാസ്സുകളിൽ റെസ്പോണ്ട് ചെയ്യാത്ത ഒരാളാണ്. കാരണം മ്യൂട്ട് മാറ്റിയിട്ട് ഉത്തരം പറയുമെന്നൊന്നും പറയുമ്പോൾ ഞാനങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഞാൻ മനസ്സിൽ ചിലപ്പോൾ ഉത്തരം പറയുന്നുണ്ടാവും, എൻ്റെ നോട്ട്ബുക്കിൽ കുറിക്കുന്നുണ്ടാവും. അപ്പോൾ സാറിനെ പോലെ ഒരു മെൻറ്ററെയും കിട്ടിയത് വളരെ ഭാഗ്യമാണ്. പിന്നെ അതുപോലെ എന്നെ സംബന്ധിച്ച് സയൻസും മാത്സും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത വിഷയങ്ങളായിരുന്നു. സൈക്കോളജിയും പെഡഗോഗിയും ഞാൻ PGMIT പറക്കോടാണ് പഠിച്ചത്. അവിടുത്തെ അധ്യാപകർ വളരെ നന്നായി പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അതിലും എനിക്ക് വലിയ ടെൻഷൻസ് ഇല്ല. എനിക്ക് ജോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെയാണ് പിന്നെയും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ജോഗ്രഫി ബിപിൻ സാറിൻ്റെ ക്ലാസ് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. സാറ് നമുക്ക് ഭൂപടമൊക്കെ തന്നിട്ട് പറയും, നിങ്ങൾ അടയാളപ്പെടുത്തി വെക്ക്, അല്ലെങ്കിൽ ഇന്ന നദി ഇവിടുന്ന് ഉത്ഭവിക്കുന്നു എന്ന്. നമ്മളിപ്പോൾ മാപ്പ് വാങ്ങിച്ചിട്ട്, ഞാൻ അങ്ങനെയാണ് ചെയ്തത്, നമ്മളിപ്പോൾ ഇന്ത്യയുടെ മാപ്പ് വാങ്ങിച്ചിട്ട് സാറ് പറയുന്ന കാര്യങ്ങളെല്ലാം ആ മാപ്പിനകത്ത് അടയാളപ്പെടുത്തി. ഒരു നോട്ട് ഇരുന്ന് എഴുതുന്നതിനേക്കാൾ എത്രയോ എഫക്റ്റീവായിരുന്നു സാറിൻ്റെ ആ ഒരു മാപ്പ് കണ്ടാൽ നമുക്കറിയാം എന്തെല്ലാം കണ്ടന്റ് അതിനകത്ത് ഉണ്ടെന്നുള്ളത്. അപ്പം എൻട്രിയിലെ ഓരോ അധ്യാപകരും എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. വിശാഖ് പാവമ്പ സാറ്, രഞ്ജിത്ത് സാറ്, അങ്ങനെ എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റാത്ത എല്ലാ അധ്യാപകർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഈ വിജയത്തിൽ നിങ്ങൾക്കും തീർച്ചയായും വലിയ പങ്കുണ്ട്. എല്ലാവരെയും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ വളരെ നന്ദിയോടെ ഓർക്കും.
എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പം വീട്ടിൽ പ്രത്യേകിച്ച് ചേട്ടന് മാത്രം ഒരു വരുമാനമുള്ള സാഹചര്യത്തിൽ ഡിഗ്രി കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് പൊക്കൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൂടെ, ഒരു തുണിക്കടയിൽ കയറി നിന്നാലും നിനക്ക് 10,000 രൂപ കിട്ടുമല്ലോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുണ്ട് എന്തെങ്കിലും ജോലി ആയിക്കൂടെ. അപ്പം ഞാൻ DLED പോയപ്പം വീണ്ടും പഠിക്കാൻ പോവാണോ, ഡിഗ്രി എടുത്തിട്ട് DLED പോകണോ, അതൊക്കെ കൊണ്ട് വല്ലതും ആവൂ, അല്ലെങ്കിൽ ആ ലിസ്റ്റിലുള്ളവർക്കൊക്കെ ജോലി കിട്ടുമോ, അങ്ങനെ ചോദിച്ചു പുച്ഛിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ചോദിച്ച് എന്നെ വിഷമിപ്പിച്ച കുറേ ആൾക്കാരുണ്ട്. അപ്പം അവരുടെ എല്ലാം മുന്നിൽ ഇപ്പോഴും ഉണ്ട് കല്യാണം നോക്കുന്നില്ലേ, 25 വയസ്സാവുന്നില്ല, അല്ലെ കല്യാണം കഴിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിൽ നിന്നെല്ലാം ഒരു കണക്കിന് എന്നെ പ്രൊട്ടക്ട് ചെയ്തത് എൻ്റെ അമ്മയും കൂടിയാണ്. കല്യാണം നോക്കുന്നില്ലേ എന്ന് പറയുന്നവരോട് അവള് പഠിക്കുമല്ലേ, അവൾക്കൊരു ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ പലരുടെയും ചോദ്യം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെനിക്ക് എൻ്റെ അമ്മയോട് വലിയൊരു നന്ദിയുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോഴും ലിസ്റ്റ് വന്ന് കഴിയുമ്പോഴും ഒരു കണക്കിന് പറഞ്ഞാൽ കല്യാണാലോചനയുടെ അളവ് കൂടിയിട്ടുണ്ട്. അപ്പം എന്നെപ്പോലെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു പുതിയ ജീവിതം എന്ന് ഞാൻ പറയുന്നില്ല, ജീവിതത്തിൻ്റെ ബാക്കിയാണിത്, അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ പാടുള്ളൂ. കാരണം നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കുറേ കാലം ജീവിച്ചവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ സാധാരണക്കാരായിരിക്കും കൂടുതലും ഈ മത്സര പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഫയർ വരാൻ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തോന്നും നമ്മൾ ഈ സമൂഹത്തിൽ തന്നെ 2 തട്ടിൽ നമ്മൾ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ പലപ്പോഴും ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു കാശിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൻ്റെയോ ഒക്കെ പേരിൽ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും കടന്നു വന്ന പല സാഹചര്യത്തിൽ നിന്നായിരിക്കും. ഈ സാഹചര്യത്തെയൊക്കെ അതിജീവിച്ച് നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് ഉറപ്പായും പറ്റും. ചിലപ്പോൾ ഒരു പരീക്ഷയിൽ നിങ്ങൾ തോറ്റുപോയേക്കാം. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യണം, പരീക്ഷകൾ അറ്റൻഡ് ചെയ്യണം. എന്തായാലും കഷ്ടപ്പെടുന്നവൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഉറപ്പായും നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതിൻ്റെ ഫലം ദൈവം ഒരു നാൾ നിങ്ങൾക്ക് തന്നിരിക്കും.